तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അവസ്ഥാഭേദത്തിലെ അടുത്ത ഒരു പാഠലിലേക്ക് പ്രവേശിക്കാം. നോക്കൂ, മൗനമാം മകാരമോടെ അകാരം പിന്നുകാരവും ചേരുകിൽ ഓമെന്നാവും. അകാരമോ ശക്തിയാവും, ഉകാരമോ അറിവാം. ശിവമാണിമയെപ്പോലടക്കം ഓങ്കാരത്താലടക്കും ഇന്ദ്രിയങ്ങളെ പ്രാണൻ. പ്രണവത്തിൻ്റെ പൊരുളിനെ കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. നോക്കൂ, മൗനമാം മകാരമോട് അകാരം പിൻ ഉകാരവും ചേരുകിൽ ഓമെന്നാകും. പ്രണവം എന്ന് വെച്ചാൽ ഓങ്കാരം. ഓങ്കാരം 3 അക്ഷരങ്ങൾ ചേർന്നാണ്. ഏതൊക്കെ? അകാരം, ഉകാരം, മകാരം. ഇനി അകാരം എന്താണ്? അകാരമോ ശക്തിയാവും. അകാരം ശക്തി സ്വരൂപിണിയായ ദേവിയാണ്. പിന്നെ ഉകാരം എന്ന് പറയുന്നത് അറിവാണ്. അറിവിനെയാണ് ഉകാരം എന്ന് പറയുന്നത്. അത് ശിവനാണ്, ശിവമാണ്. ഉകാരം അറിവാണ്, ബോധസ്വരൂപനായ ശിവനാണ് ഉകാരം. അപ്പോൾ അകാരം ദേവിയും ഉകാരം ശിവനുമാണ്. അതായത് ശക്തിയും അറിവുമാണ് അകാര ഉകാരങ്ങൾ. ഇവയോട് ശിവമാണ് മായെപ്പോലടക്കം. പിന്നെ മകാരം ചേരും. ആ മകാരം എന്ന് പറയുന്നത് മൗനമാണ്. 3ാമത്തെ അക്ഷരം മകാരം ഉച്ചരിക്കുമ്പോൾ അത് മൗനത്തിൽ ചെന്ന് അവസാനിക്കുന്നു. അപ്പോൾ അകാര ഉകാരം അകാരങ്ങൾ ചേർന്നതാണ് 3 മാത്രയുള്ള 3 അക്ഷരങ്ങളുള്ള ഓങ്കാരം. 4ാമത്തെ മാത്രയാണ് മൗനം, മകാരത്തിൻ്റെ വൈബ്രേഷൻ അവസാന ഭാഗം. അത് മ എന്ന് ഉച്ചരിക്കുമ്പോൾ അത് അർത്ഥമാത്രയായി മാറുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥമാത്ര അല്ലെങ്കിൽ അമാത്ര എന്ന് പറയാവുന്ന ഈ അർത്ഥമാത്രയാണ് ധ്വനി അല്ലെങ്കിൽ സാക്ഷാൽ നാദ ആത്മാവ്. നാദം എന്ന് പറയുന്നത്, നാദാന്തം എന്ന് പറയുന്നത് ഈ ധ്വനിയാണ്. മകാരത്തിൻ്റെ അവസാനമുള്ള ആ അരമാത്ര അഥവാ അമാത്ര, ആ മാത്രയാണ് ശരിക്കും നാദാന്തം. അപ്പോൾ ഓങ്കാരം നാദാന്തത്തിൽ ചെന്ന് അവസാനിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ നോക്കൂ, ശക്തി ശിവ, പിന്നെ അതോടൊപ്പം തന്നെ മൗനമാകുന്ന ആ ധ്വനി. ഇതാണ് ഓങ്കാരത്തെപ്പറ്റി ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. മൗനമാം മകാരമോടെ അകാരം പിന്നുകാരവും ചേരുകിൽ ഓങ്കാരമാകും. അകാരമോ ശക്തിയാവും, ഉകാരമോ അറിവാകും. ശിവം ആണ് മായെപ്പോലടക്കും ഓംകാരത്താലടക്കും ഇന്ദ്രിയങ്ങളെ പ്രാണൻ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ, പ്രണവ ഉപാസനയിലൂടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും പ്രാണനിൽ ഒടുങ്ങുന്നു. പ്രാണൻ ആത്മാവിൽ, പരമാത്മാവിൽ ഒടുങ്ങുന്നു. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനിൽ ഒടുങ്ങുന്നു. ആ പ്രാണൻ പിന്നീട് പരമാത്മാവിൽ ഒടുങ്ങുന്നു. ഇതാണ് പ്രണവോപാസനയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും എളുപ്പവും അതേസമയം ഏറ്റവും ധന്യവുമായ ഉപാസനാ മാർഗമാണ് പ്രണവോപാസന. അപ്പോൾ പ്രണവോപാസനയിലൂടെ തന്നെ ഒരാൾക്ക്
ഈശ്വര സാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം കിട്ടും. ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണിതെന്ന് തിരുമൂലദേവൻ പറയുന്നു. അതേസമയം തന്നെ ഏറ്റവും സുരക്ഷിതവും ഏറ്റവും മഹത്വമായ മാർഗമാണ് ഈ പ്രണവോപാസന. ഈ പ്രണവോപാസനയെപ്പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള രമണ മഹർഷിയാണ്. നമുക്ക് നോക്കാം. പ്രണവത്തെക്കുറിച്ചിട്ട് അദ്ദേഹം രമണ സംഹിതയിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. ഭഗവാൻ രമണ മഹർഷി പറഞ്ഞതാണിത്. പ്രണവം എന്നത് അകാര ഉകാര മകാര അർത്ഥമാത്രകൾ ചേർന്നാണ്. 3.5 മാത്രകൾ ചേർന്ന ഓങ്കാരമാണിത്. ഇവയിൽ അകാരം ജാഗ്രത അവസ്ഥയെന്നും വിശ്വജീവനെന്നും, അതായത് വൈശ്വാനരൻ, സ്ഥൂലദേഹമെന്നും സൃഷ്ടിയെന്നും പറയപ്പെടുന്നു. ഉകാരം സ്വപ്നാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. തൈജസ് ജീവൻ, അതായത് തൈജസൻ. പിന്നെ സൂക്ഷ്മദേഹമെന്നും സ്ഥിതിയെന്നും പറയപ്പെടുന്നു. മകാരം സുഷുപ്തി എന്നും പ്രാജ്ഞ ജീവനെന്നും, അതായത് പ്രാജ്ഞൻ. കാരണദേഹമെന്നും സംഹാരമെന്നും അർത്ഥമാത്ര തുര്യമെന്നും ആത്മസ്വരൂപമെന്നും അഹംസ്വരൂപമെന്നും ഇതിനുമപ്പുറത്തുള്ള സ്ഥിതിയെ തുര്യാതീത ആനന്ദമാത്ര സ്വരൂപമെന്നും ചൊല്ലപ്പെടുന്നു. മുൻപ് ധ്യാനത്തിൽ പറഞ്ഞ ഈ 4ാമതായിരിക്കുന്ന അഹംസ്വരൂപമാണ് മറ്റ് അകാര ഊകാരം അകാരമെന്ന 3 മാത്രകളടങ്ങിയ അമാത്രാസ്വരൂപം എന്നും മൗനമന്ത്രമെന്നും അജപയെന്നും, അതേപോലെ പഞ്ചാക്ഷരാദി സർവമന്ത്രങ്ങളുടെയും സാരമായ അദ്വൈതമന്ത്രമെന്നും പറയപ്പെടുന്നത്. ഇതാണ് ഭഗവാൻ രമണ മഹർഷി പ്രണവത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ പ്രണവത്തെക്കുറിച്ച് പറയുമ്പോൾ രമണ മഹർഷി പറയുന്ന അഹം സ്വരൂപം തന്നെയാണ് ഈ അരമാത്ര അല്ലെങ്കിൽ അമാത്ര എന്ന് പറയുന്ന 4ാമത്തെ ഓങ്കാരത്തിലെ തലം. അതിനെ അഹം സ്വരൂപം എന്നാണ് രമണ മഹർഷി വിളിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ പ്രണവത്തെ അങ്ങേറ്റം അംഗീകരിക്കുകയും ആ പ്രണവോപാസനയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മഹാ ആചാര്യനാണ് രമണ ഭഗവാൻ. അദ്ദേഹം പിന്നെ പ്രണവ ശരീരത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. വളരെ രസകരമാണത്. പ്രണവ ശരീരത്തെക്കുറിച്ചിട്ട് അതായത് കുഞ്ചുസ്വാമി ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ ഓർമ്മക്കുറിപ്പിൽ രമണ ഭഗവാൻ പറഞ്ഞതായിട്ട് കുഞ്ചുസ്വാമി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കാം. പ്രണവശരീരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹം തൻ്റെ അനുഭവം പറയുകയാണ്. രമണ ഭഗവാൻ തൻ്റെ അനുഭവം പറയുകയാണ്. ചിലപ്പോൾ തൻ്റെ ശരീരം മിന്നൽ വേഗത്തിൽ ചെറുകണങ്ങളായി തീർന്ന് അപ്രത്യക്ഷമാകുകയും പിന്നീട് പുക പോലെ അവ്യക്തമായ ഒരു രൂപം പ്രത്യക്ഷമാവുകയും അത് വീണ്ടും മനുഷ്യാകൃതി എടുക്കുകയും ചെയ്യുന്നതായി ശ്രീ ഭഗവാന് തോന്നിയിരുന്നു. ഈ അനുഭവം തൻ്റെ ശരീരം ഒരേ സ്ഥിതിയിൽ വളരെ ദീർഘമായ സമയം തുടരുകയോ ആഹാരം കഴിക്കാതെ ശരീരം വല്ലാതെ ശോഷിക്കുമ്പോഴോ ആണ് സംഭവിച്ചിരുന്നത്. ശരീരം അങ്ങനെ ചെറുകണങ്ങളായി വേർപെട്ട് പഞ്ചഭൂതങ്ങളായി തീരുന്നതിനെയാണ് പ്രണവശരീരം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുകയോ, ശരീരം അങ്ങനെ ചെറു കണങ്ങളായി വേർപെട്ട് പഞ്ചഭൂതങ്ങളായി തീരുന്നു. ഇതിനെയാണ് പ്രണവശരീരമെന്ന് രമണ മഹർഷി വിശേഷിപ്പിക്കുന്നത്. തൻ്റെ അനുഭൂതി കുഞ്ചുസ്വാമിയോട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണത്. ഈ ഭാഗങ്ങൾ കുഞ്ചുസ്വാമിയുടെ ഓർമ്മക്കുറിപ്പുകളിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ രമണ മഹർഷിയായിക്കൊള്ളട്ടെ മറ്റ് മഹായോഗിവര്യന്മാരാകട്ടെ പ്രണവോപാസനയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടും അതാണ് ഏറ്റവും ഉചിതമായ ഏറ്റവും സത്യമായ ആത്മസാക്ഷാത്കാര മാർഗമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം വിദ്യാരണ്യ തീർത്ഥപാദസ്വാമികൾ എഴുതിയ പ്രണവോപാസന എന്ന് പറഞ്ഞ ഒരു മഹാഗ്രന്ഥമുണ്ട്.
പ്രണവോപാസനയെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് പ്രണവോപാസന എന്ന പുസ്തകം. അതിൽ വേദാരണ്യ സ്വാമികൾ 3 തരത്തിലുള്ള പ്രണവോപാസനയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് വൈദിക രീതിയിലുള്ള സമ്പ്രദായം, മറ്റൊന്ന് യൗകിക രീതിയിലുള്ള യോഗാത്മക രീതിയിലുള്ള പ്രണവോപാസന, പിന്നെ നാദാനുസന്ധാനവുമായി ബന്ധപ്പെട്ട താന്ത്രികമായ പ്രണവോപാസന. താന്ത്രികമായ പ്രണവോപാസനയെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടെ കുറച്ച് ഭാഗം മാത്രം വായിക്കാം. ശങ്കരാചാര്യരുടെ ഒരു കവിത ഉദ്ധരിച്ചിട്ട് അതിൻ്റെ മലയാളം തർജ്ജിമ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അല്ലയോ നാദാനുസന്ധാനമേ നിനക്ക് നമസ്കാരം. മുമുക്ഷുങ്ങളെ ബ്രഹ്മപദത്തിൽ എത്തിക്കുന്നതിനുള്ള ഒരു സാധനമാണ് നീ എന്ന് എനിക്കറിയാം. നിൻ്റെ പ്രസാദ നിമിത്തമാണ് എൻ്റെ മനസ്സ് പ്രാണനോടുകൂടി ചിതാകാശരൂപമായ സഹസ്രാരംഭത്തിൽ ലയിക്കുന്നത്. ഇത് യോഗതാരാവലിയിൽ ശ്രീശങ്കര ഭഗവത്പാദർ നാദാനുസന്ധാനത്തെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞതാണ്. അതാണ് കോട്ട് ചെയ്തുകൊണ്ട് വിദ്യാരണ്യ തീർത്ഥസ്വാമികൾ തൻ്റെ നാദാനുസന്ധാനത്തെ വിശദീകരിക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല. പക്ഷേ പ്രണവത്തെ നാദരൂപത്തിൽ ഉപാസിച്ച് പ്രാണനെയും ചിത്തത്തെയും ശിരസിലുള്ള സഹസ്രാര പത്മത്തിൽ വിരാജിക്കുന്ന പരമശിവസ്വരൂപത്തിൽ വിലയിപ്പിക്കാനുള്ള സാധനാനുഷ്ഠാനത്തിന് നാദാനുസന്ധാനമെന്ന് പേരുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രണവോപാസനയിലൂടെ നാദാനുസന്ധാനത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ചും താന്ത്രിക മാർഗം പിന്തുടർന്നവർക്ക് എളുപ്പത്തിൽ കഴിയുന്നു എന്നാണ് ഇവിടെ വിദ്യാരണ്യ തീർത്ഥപാദസ്വാമികൾ പറയുന്നത്. അതുപോലെ വൈദിക രീതിയിലും അതേപോലെ യൗകിക രീതിയിലും പ്രണവോപാസന നടത്താവുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് വിദ്യാരണ്യ തീർത്ഥപാദസ്വാമികൾ വിവരിക്കുന്നുണ്ട്. അത് അടുത്ത ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം. ഓം ശിവായ തിരുമൂലർ ദേവ.